അടുത്തതായിട്ട് ഫിസ്റ്റുല എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഏനൽ കനാലിൻ്റെ അകത്തൊന്നും അല്ല വരുന്നത്. ഏനൽ റീജിയണിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏനൽ കനാലിൻ്റെ സറൗണ്ടിങ്സിൽ ചുറ്റും എന്താ പറയുക സൈഡിലോ ഒക്കെ ആയിരിക്കും ഈ ഒരു ഫിസ്റ്റുലയുടെ സിംറ്റംസ് കാണുന്നത്. ശരിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏനൽ കനാലിൻ്റെ അകത്ത് ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്, ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികൾ ഇൻഫെക്റ്റഡ് ആകും. ഇൻഫെക്ഷൻ സംഭവിച്ചിട്ട് ആ ഗ്രന്ഥികളിൽ പഴുപ്പ് നിറഞ്ഞിട്ട് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ട്രാക്ട് അല്ലെങ്കിൽ ഒരു കനാല് പോലെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കുഴൽ പോലെ ഒരു ട്യൂബ് പോലെ രൂപാന്തരപ്പെടും. എന്നിട്ട് നമ്മളുടെ ഏനൽ കനാലിൻ്റെ ചുറ്റും എവിടെയെങ്കിലും അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലും വന്നിട്ട് ഈ ഒരു കനാൽ ഓപ്പൺ ആകും. അപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവിടെ ഒരു തടിപ്പ്, ചുമന്ന തടിപ്പോ അല്ലെങ്കിൽ ബോയിൽസ് പോലെ ആപ്സിസ് പോലെ കുരുക്കൾ പോലെ ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഫിസ്റ്റുലയുടെ. ഇതിനും അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും. പിന്നെ നമ്മൾ മലം പോകുന്ന സമയത്ത് പഴുപ്പും രക്തവും പിന്നെ കുറേ കൂടെ കഴിയുമ്പോൾ മലവും ആ ഒരു ഭാഗത്തൂടെ മലത്തിൻ്റെ അംശവും പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മോശം പോകുന്ന സമയത്തായിരിക്കും നമുക്ക് വേദന എടുക്കുന്നത്. കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം, അതായത് ഈ പറഞ്ഞ പോലെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ പറ്റാത്ത പോലത്തെ വേദനയായിരിക്കും ഉണ്ടാകുക. അപ്പം ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ശരിക്കും അകത്ത് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് ഒരു കുഴൽ പോലെ രൂപാന്തരപ്പെട്ടിട്ട് ഏനൽ റീജിയണിൽ എവിടെയെങ്കിലും തൊലിപ്പുറത്തുണ്ടാകുന്ന ഓപ്പണിംഗ് ആണ് ശരിക്കും ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഗ്രന്ഥിക്ക് വരുന്ന ഇൻഫെക്ഷനാണ്. പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ട്യൂബർകുലോസിസ്, ഏനൽ റെക്ടൽ ക്യാൻസർ ഇതിൻ്റെയൊക്കെ ലക്ഷണമായിട്ടും ഫിസ്റ്റുല കാണാറുണ്ട്. അപ്പം പൈൽസിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് നമ്മളൊന്ന് ചെറുതായിട്ട് പറഞ്ഞു. ഫിസ്റ്റുലയുടെ ലക്ഷണം ഒന്ന് പറഞ്ഞു. ഫിഷർ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഒരു വേദനയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ വരാൻ മെയിനായിട്ടുള്ളൊരു കാരണം കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ്. അത് അപ്പം നമ്മളുടെ ഡയറ്റ് ഒരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു വലിയ പൈൽസ് അല്ലെങ്കിൽ ഫിസ്റ്റുല ഇതുപോലുള്ള രോഗങ്ങൾ വരാൻ ഡയറ്റ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ മീറ്റ് പിന്നെ ചിക്കൻ ഇതിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക, പിന്നെ എരിവ്, പുളി, അച്ചാർ അതിൻ്റെയൊക്കെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തുക, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ നിർത്തുക, പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റ്സ് ബാത്ത് പറ്റും. അതായത് ഒരു ചരുവത്തിനകത്ത് നമുക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു ചരുവം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ത്രിഫല വെള്ളം, അതായത് ത്രിഫലത്തോടിട്ട് വെള്ളം തിളപ്പിച്ച് അതൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം അതിനകത്തൊരു 20 മിനിറ്റ് ഇരിക്കാം. നമുക്ക് ത്രിഫലത്തോടിട്ട വെള്ളം അല്ലെങ്കിൽ നമുക്ക് കല്ലുപ്പിട്ട വെള്ളം തിളപ്പിച്ച് അതൊന്ന് ആറിയതിന് ശേഷം അതിനകത്ത് 20 മിനിറ്റ് ഇരിക്കുന്നതും ഒക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 രോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ